നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്രയോ കാലം ഒരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇത് തന്നെയല്ല നീ പറഞ്ഞോണ്ടിരുന്നേ. എന്നിട്ടിപ്പോ എന്തായി? കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് എന്തു തോന്നുന്നു? കല്യാണം കഴിക്കാതിരുന്നെങ്കിലേ അതൊരു നഷ്ടമായി പോയെന്ന് നീ ഇപ്പൊ തിരിച്ചറിയുന്നില്ലേ? ഇല്ലെങ്കിലേ നീ ഇല്ലെന്ന് പറ. ഇത് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിനക്ക് സുമിക്ക് കുഞ്ഞായ പിന്നെ നിന്റെ ലോകം തന്നെ അവരായി മാറും. അതെനിക്ക് ഉറപ്പാ. ഒക്കെ പോട്ടെ, ഒരു ദാമ്പത്യ ജീവിതമാകുമ്പോ നിന്റെ ആഗ്രഹങ്ങൾ മാത്രമല്ല സംരക്ഷിക്കപ്പെടേണ്ടത്. സുമിയുടെ ഭാഗത്തുനിന്നും കൂടി ചിന്തിക്കാനുള്ള കടമ നിനക്കുണ്ടെങ്കിൽ അത് നീ മറക്കരുത്. നന്ദു, ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? അസ്വസ്ഥതയൊന്നും തോന്നില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഈ കെറ്റിലും അയൺ ബോക്സും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ. നിനക്ക് ഓർമ്മയില്ലേ പണ്ട് വീട്ടിൽ വെച്ച് തുണി തേച്ചോണ്ട് നിന്നപ്പോഴത്തേക്കും അമ്മ ഷോക്കടിച്ച് താഴെ വീണത്? അന്ന് നമ്മളൊക്കെ എന്തോരം പേടിച്ചുപോയി. ചെരിപ്പിടാതെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും നിൽക്കരുതെന്ന് അച്ഛൻ നമ്മളെ വഴക്ക് പറഞ്ഞോണ്ടിരുന്ന നിനക്ക് ഓർമ്മയില്ലേ? ചേച്ചി പാതിരാത്രി നമ്മുടെ കുടുംബ പുരാണം പറയാൻ വന്നതാണോ ഇവിടെ? അതല്ല നന്ദു, എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് കുറച്ചുകൂടെ ശ്രദ്ധ വേണമെന്ന് പറയാൻ വന്നതാ. അതെ, വേറൊരു കാര്യം കൂടെ പറയാനായിട്ടാ ഞാൻ വന്നത്. നിനക്ക് എന്തോ ഒരു ദൈവാധീന കുറവുണ്ടെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. അതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്പലത്തിൽ പോകുന്നതും എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുന്നതും നല്ലതാ മോളെ. അമ്പ്യങ്ങള് പറഞ്ഞുകൊണ്ടായിരിക്കും ചേച്ചിക്ക് ഇപ്പൊ ഇങ്ങനൊരു തോന്നലല്ലേ? എനിക്കും നിതീഷേട്ടനും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണ് നിതീഷേട്ടന്റെ ജോലി പോയതെന്നും എനിക്ക് ഷോക്ക് അടിച്ചെന്നൊക്കെ ആ അമ്പ്യങ്ങള് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അമ്പിയങ്കിള് പറയുന്നൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. അങ്കിളിന് കുറച്ചു കാലമായിട്ട് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതാ. അന്നാ ശബരിമല യാത്രയോടെ സംഭവിച്ചത് അതൊക്കെ. അല്ലെങ്കിൽ തന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെങ്ങനെ നമുക്കൊരു ദോഷാവുക? കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നല്ലേ പറയാറ്. ഇതിപ്പോ അച്ചമ്മ പറഞ്ഞ പോലെ എന്തേലും കണ്ണേറ് തട്ടിയതാവും. എന്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ വേറെ അന്ധവിശ്വാസല്ലേ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? അല്ല നന്ദു, ചില കാര്യങ്ങളിൽ സത്യമുണ്ട്, അതിൽ കുറച്ച് ശാസ്ത്രമുണ്ട്. നിനക്കിപ്പോ കൈവന്നിരിക്കുന്ന സൗഭാഗ്യങ്ങളില് ഒരുപാട് പേർക്ക് അസൂയ കാണില്ലേ? അതൊക്കെ ചിലപ്പോ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മളെ ബാധിക്കുമായിരിക്കും. ശരി, ഇതൊക്കെ ഉള്ളതായാലും ഇല്ലാത്തതായാലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും നമ്മള് ചില പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നത് നല്ലതാ. മറ്റെന്തിന് ഫലം ഉണ്ടായില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. ഇന്നലെ നിന്റെ കാര്യം ഞാൻ സ്നേഹയുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. അപ്പോഴേക്കും അത് നാട് മൊത്തം കൊട്ടി ഘോഷിച്ചോ? എന്തിനാ ചേച്ചി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലവരോടും പോയി പറഞ്ഞു നടക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.